സംസ്ഥാനത്ത് ഡോക്ടർമാർ നടത്തുന്ന സമരം ഇന്ന് 10ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും വലിയ ദുരിതത്തിലാണ് രോഗികൾ ഉള്ളത്. നാളെ ആരോഗ്യമന്ത്രിയുമായി KGMCTയെ വീണ്ടും ചർച്ച നടത്താൻ പോകുന്നു. അതേസമയം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി വിഷയത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ KGMOE നടത്തുന്ന പ്രതിഷേധത്തിൽ അയവുണ്ട്. ആറ്റുകാൽ ഡ്യൂട്ടിയുമായി സഹകരിക്കുമെന്നാണ് സംഘടന അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി അൻഫ്ലിറ്റ് ചേരുകയാണ്. അൻഫ്ലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ദുരിതമാണ് ഈ രോഗികൾ അനുഭവിക്കുന്നത്. സ്വാഭാവികമായും ഡോക്ടർമാർ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആദ്യഘട്ട ചർച്ച പരാജയപ്പെടുന്നു. വീണ്ടും ഇതാ മറ്റൊരു ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ലിജിൻ. അത് തന്നെയാണ് ലിജിൻ. ഇന്ന് സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാർ നടത്തുന്ന സമരം ഇന്ന് 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മെഡിക്കൽ കോളേജുകളിലുടനീളം രോഗികൾ വലയുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ചിത്രം നമ്മൾ പുറത്തു കൊണ്ടുവന്നേ മതിയാവൂ. കാരണം 10 ദിവസമാണ് ഡോക്ടർമാരുടെ റിലേ സത്യാഗ്രഹ സമരം. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെയാണ് തുടരുന്നത്. മാത്രമല്ല, അടിയന്തരമായ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിട്ടുള്ള പ്രതിഷേധം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ അടിയന്തരമല്ലാത്ത അടിയന്തരമായ ശസ്ത്രക്രിയകൾ മാത്രമാണ് നടത്തുന്നത്. അടിയന്തരമല്ലാത്തത് ഉൾപ്പെടെയുള്ള പലതും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഈ സാധാരണക്കാർ ഈ ദൈനംദിനമായ ആശുപത്രി വരികയും നിരന്തരമുള്ള ചെക്കപ്പുകൾ, പരിശോധനകൾ, അതിനപ്പുറത്തേക്കുള്ള മറ്റ് കൺസൾട്ടൻസി അതൊക്കെ തന്നെയും വരുമ്പോൾ സാധാരണക്കാരായ രോഗികൾ അത് നമ്മൾ പല ദിവസങ്ങളിലായി ഇത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും രോഗികൾക്ക് പറയാനുള്ളത് ഈ ഡോക്ടർമാരും സർക്കാരും തമ്മിലുള്ള സമരമോ അല്ലെങ്കിൽ അതിലെ പ്രതിഷേധമോ അവരുടെ ആവശ്യങ്ങളോ ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുകൊട്ടെ. പക്ഷേ ഈ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള മുതിർന്ന ഡോക്ടർമാരാണ്, സീനിയർ ഡോക്ടർമാരാണ് ഇത് 10 ദിവസമായി റിലേ സത്യാഗ്രഹ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പരിഹാരം ഉണ്ടാക്കുക. ആ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലയുന്നത് ഈ സാധാരണക്കാരായ രോഗികൾ തന്നെ. ഈ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമായി നിരവധി പേരാണ്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ദിവസവും പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച, അവിടെ ഇവർക്ക് പറയാനായി ഈ പരാതികൾ മാത്രമേ ഉള്ളൂ. ആ പ്രശ്നം, ഈ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒരു കാരണവശാലും ഈ 10 ദിവസം വരെയൊന്നും എന്തൊക്കെ സംഭവിച്ചാലും സർക്കാർ ഈ ഒരു 10 ദിവസം വരെ ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ഇടം നൽകരുതായിരുന്നു. അതിനു മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കണമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ചർച്ച നിയമസഭ തീരുമ്പോഴത്തേക്കും ഈ KGMCTയുടെ പ്രതിനിധികൾ ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും വന്ന് കണ്ടിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഇവർ ആവശ്യപ്പെടുന്നത് 2016 മുതൽ ഇവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 10 വർഷത്തെ കുടിശ്ശിക നൽകാനുള്ളത്. അപ്പോൾ അത്രയും കുടിശ്ശിക നൽകാതെ ഇനി ഇവർ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല എന്ന് പറയുന്നു. മാത്രമല്ല, അവരുടെ തസ്തികകൾ ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സർക്കാർ ഡോക്ടർമാരാണ്. നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെയും രോഗികളുടെ എണ്ണം അറിയാം. അതിന് ആനുപാതികമായി അവരുടെ തസ്തികകൾ വർദ്ധിച്ചിട്ടില്ല. അതവർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. ഇത് രണ്ടുമാണ് പ്രധാന ആവശ്യം. പക്ഷേ ഈ തസ്തികകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോഴും ഇവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക എന്ന് പറയുന്നതും സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. അതാണ് ധനമന്ത്രി വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അത് കാരണം തൽക്കാലം അത് ഉടനടി നടപ്പാക്കുക അസാധ്യമാണ് എന്ന വിശദീകരണത്തെ തുടർന്നാണ് അന്ന് ആ ചർച്ച 2 ദിവസം മുമ്പ് നടന്ന ചർച്ച പരാജയപ്പെട്ടു പോയത്. പിന്നെയും അവർ സമരം ശക്തമാക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് വീണ്ടും ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. നാളെ ആരോഗ്യമന്ത്രി വീണ്ടും ഈ KGMCTയെ പ്രതിനിധികളുമായി ചർച്ച നടന്നു. കാരണം സർക്കാരിനെ സംബന്ധിച്ചും ഈ ആരോഗ്യ മേഖല വലിയ രീതിയിൽ ദുരിതത്തിലായിരിക്കുകയാണ്. കാരണം പലയിടത്തും ആരോഗ്യ സംവിധാനങ്ങൾ ഈ അടിയന്തരമായ ശസ്ത്രക്രിയ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു പലയിടത്തും മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് സർക്കാരും സമ്മർദ്ദത്തിൽ തന്നെയാണ്. പക്ഷേ ഈ സർക്കാർ പറയുന്നത് ഈ ഡോക്ടർമാർ പറയുന്ന ആവശ്യമാണെങ്കിൽ പോലും ആ ആവശ്യം അതുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി നാളെ വീണ്ടും ഈ KGMCT പ്രതിനിധികളുമായി ചർച്ച നടത്തുമ്പോൾ ഈ സാമ്പത്തികമായ പ്രതിസന്ധി ഇവരുന്നയിക്കുന്ന 2 ആവശ്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പാണ്. അതുകൊണ്ട് ഇന്ന് ആരോഗ്യമന്ത്രി ധനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ നടത്തിയതിനു ശേഷം ആരോഗ്യമന്ത്രി ധനമന്ത്രി തമ്മിലൊരു ധാരണയിലെത്തും. ആ ധാരണയിലെത്തിയതിനു ശേഷമായിരിക്കും ആരോഗ്യമന്ത്രി മാത്രമായി KGMCT പ്രതിനിധികളുമായി നാളെ കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ ഇടപെടാൻ കഴിയുമെന്ന രീതിയിലൊരു വിശ്വാസമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം ഒരുപക്ഷെ നാളത്തെ ചർച്ചയോടുകൂടി ഒരു പരിസമാപ്തി സമരത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയേറെ ദുരിതത്തിലാണ് പല രോഗികൾ. ഈ OP അതായത് PG ഡോക്ടർമാരുടെ OP ബഹിഷ്കരണമൊക്കെ അവർ അവസാനിപ്പിച്ചുവെങ്കിലും സീനിയർ ഡോക്ടർമാർ ഈ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് രോഗികളുടെ നേരെ കണ്ണു തുറക്കേണ്ടത് സർക്കാരിൻ്റെ അത് കടമയാണ്. അത് സർക്കാർ ആ ഉത്തരവാദിത്വം നടത്തിയേ മതിയാകും.
അതോടൊപ്പം തന്നെ ഈ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തതിൽ തിരുവനന്തപുരം ജില്ലയിൽ KGMOയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരമൊക്കെ നടക്കുകയാണ്. ഇന്നലെ അവർ കൂട്ടവധിയെടുത്താണ് പ്രതിഷേധമൊക്കെ നടത്തിയത്. ഒപ്പം തന്നെ ആറ്റുകാൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധമൊക്കെ ആയിരുന്നു. അതിലിപ്പോൾ അയവ് വന്നിട്ടുണ്ട്. അവർ ആറ്റുകാൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കില്ല, അതുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് KGMOയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെക്കുന്നത് അവർ നടത്തുന്ന ആ പ്രതിഷേധം, അതായത് ആ നിസ്സഹകരണമെന്നത്തിൽ അയവ് വന്നെങ്കിൽ പോലും അവർ ഉന്നയിക്കുന്നത് ഈ ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കുക. ഒപ്പം വന്ന പ്രതിഷേധത്തിൽ അവിടുത്തെ സൂപ്രണ്ടിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആശുപത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ ഒരു അക്രമം നടന്നു. ഈ ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്ത അക്രമികൾക്കെതിരെ കേസെടുക്കുക. ഈ കേസെടുക്കാത്തിടത്തോളം കാലം അവരുടെ പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്മാറില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ശക്തമായ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അതേസമയം ആറ്റുകാൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള ശക്തമായ നിസ്സഹരണത്തിൽ നിന്ന് അവർ പിന്മാറുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി അൻഫ്രിറ്റ്, എന്തായാലും ഈ ഡോക്ടർമാർ സമരം നടത്തുമ്പോഴും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും അതിൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ രോഗികളാണ്. എന്തായാലും ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നിതാ 10 ദിവസം പിന്നിടുകയാണ് ഈ ഡോക്ടർമാരുടെ സമരം.